يرحمكم الله. إلا نعين ونؤمن به ونكله بأنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനികളെ, ഈ സദസ്സിൽ വളരെ ഇൽമിയായ ഗഹനമായ ഒരു പ്രഭാഷണം കേട്ട് വിഷയത്തെ പരന്ന് മനസ്സിലാക്കി ഇരിക്കുന്ന നല്ലവരായ ഇസ്ലാഹി കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. തഖ്വ കൈവിടാതെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അവന്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. ഇത്രയും സമയം നമ്മൾ കേട്ട ഹക്കായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിലയിരുത്തി അത് ഉൾക്കൊണ്ട് ജീവിച്ച് നമ്മുടെ ആദർശത്തിൽ ഇസ്തിഖാമത്ത് ലഭിക്കുന്ന മഹത്തായ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടതിന്റെ കാതലായ വിഷയത്തെ രേഖകൾ വെച്ചുകൊണ്ട് ബഹുമാന്യ പണ്ഡിത സുഹൃത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമ്മളോട് സംസാരിച്ചു. ഇനി ദീർഘമായ ഒരു സംസാരത്തിന് സമയമില്ല, ആവശ്യവുമില്ല. എന്നാൽ കോഴിക്കോടിന്റെ മുതലക്കുളത്ത് വെച്ച് നടന്നിട്ടുള്ള സലഫി സഹോദരങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ ആദർശവും അതിൽ കണിശമായി മുന്നോട്ട് നീങ്ങാനുള്ള ത്യാഗവും
ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായ സലഫി ആദർശ കൂട്ടത്തെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ദുരാരോപണം നടത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു സഹോദരന്റെ പരാമർശങ്ങളും അതിനൊരു വിശദീകരണവുമാണ് ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലംബിയാഉ ഇഖ്വത്തുൽ ലിഅല്ലാത്തിൻ, സഹകളായ സഹോദരങ്ങളിൽപ്പെട്ട അഥവാ വാപ്പ ഒത്ത ഉമ്മ വേറെ വേറെയുള്ള സഹോദരങ്ങളൊത്തവരാണ് ഞങ്ങൾ അമ്പിയാക്കൾ. ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദ്, ഞങ്ങളുടെ ഉമ്മമാർ വ്യത്യാസമുണ്ട് അഥവാ ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും വാപ്പ ഒന്നാണ് അഥവാ അടിസ്ഥാന വിശ്വാസ ആദർശം ഒന്നാണ്, അത് തൗഹീദാണ്. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കളുടെയും അടിസ്ഥാന ആദർശമായ പിതാവ് വാപ്പ ഒന്ന് എന്ന് പറയുമ്പോൾ, ആ നിലക്കുള്ള സഹോദരങ്ങളെന്ന് പറയുമ്പോൾ, അവർ വ്യത്യസ്ത സമൂഹത്തിലേക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടന്നു വന്നപ്പോൾ ആ സമൂഹത്തോട് പറഞ്ഞ അവർ വിശ്വസിക്കുകയും സമൂഹത്തിന് കൈമാറുകയും ദഅവത്ത് നടത്തുകയും ചെയ്ത തൗഹീദ് ഒരിക്കലും മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ല എന്നതാണ് അമ്പിയാക്കളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവിന് മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഉമ്മത്ത്, ഈ മനുഷ്യന്മാർ മുഴുവൻ ഒരൊറ്റ ടീമായിരുന്നു, ഭിന്നിപ്പില്ലാത്ത ഐക്യത്തിന്റെ ഒരേ ആശയങ്ങളും ഒരേ ചിന്തകളും ഒരേ ആരാധനകളും അർപ്പിക്കുന്നവരായിരുന്നു. പിന്നീട് ആദം സന്തതികളിൽ അഭിപ്രായ ഭിന്നതകളുണ്ടായി. ആ അഭിപ്രായ ഭിന്നതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് പോയി എന്നത് തന്നെയാണ്. ആ സന്ദർഭത്തിൽ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന തൗഹീദ് വിട്ടുകളിക്കാത്ത ശിർക്കിലേക്ക് പോവാത്ത ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഈ തൗഹീദിന്റെ പാത വിട്ടുകൊണ്ട് ശിർക്കിലേക്ക് പോകുന്നവരെ താക്കീത് നൽകിക്കൊണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, ആ രീതിയിലുള്ള അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരിലേക്ക് കടന്നു വന്നു അല്ലാഹു നിയോഗിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 213 വചനത്തിലൂടെ ഈ ആശയമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ കാന ബൈന നൂഹി വ ആദമ 10 ഖുറൂൻ കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ് ഫഖ്തലഫൂ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്കും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഇടയ്ക്ക് 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ 10 തലമുറകൾ ദീനിന്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായ ആദർശത്തിൽ ഉറച്ചു നിന്നവരാണ്, ചാഞ്ചാട്ടമില്ലാത്തവരാണ്, തൗഹീദിൽ ഉറച്ചു നിന്നവരാണ്. പക്ഷേ പിന്നീട് ഹക്കിൽ നിന്ന് അവർ ഭിന്നിച്ചു. ഫഖ്തലഫൂ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അപ്പോഴാണ് മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന്, ഈ ആയത്തിന്റെ വ്യാഖ്യാനം അതാണ് എന്ന്. അപ്പൊ 10 തലമുറകൾക്കിടയിൽ നമുക്കറിയാം 9 ചില്ലാനം തലമുറകൾ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യതിചലിക്കാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്നീട് ശിർക്കിലേക്ക് അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ പറഞ്ഞയച്ചു. ആദ്യത്തെ റസൂലായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകൻ ഈ സമൂഹത്തോട് പറഞ്ഞ തൗഹീദ്, അദ്ദേഹം ഉൾക്കൊണ്ട തൗഹീദ്, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് 59-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, വേറൊരു ഇലാഹ് നിങ്ങൾക്കില്ല.
അതിനുശേഷം കടന്നു വന്ന ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഏതെങ്കിലും ഒരു കാലത്തിനു വേണ്ടി ആർക്കെങ്കിലും വേണ്ടി തൗഹീദ് മാറ്റി പറഞ്ഞോ? ഇല്ല. അവര് പറഞ്ഞ അതേ വാപ്പ ഒന്നാണ്, അങ്ങനെ ഒറ്റ സഹോദരങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞ ആ വാക്ക് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആറാഫിലെ 65-ാമത്തെ വചനം. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അടിസ്ഥാനപരമായി ആദ്യമായി പ്രധാനമായി ആ സമൂഹത്തോട് പറഞ്ഞ തൗഹീദ് ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ശേഷം കടന്നു വന്ന ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരൊക്കെ ഏറ്റവും പ്രധാനമായി പറഞ്ഞ തൗഹീദ്, അതിൽ ഏതൊരു കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അന്ന് അള്ളാഹു കൊടുത്ത പ്രവാചകന്മാരിലൂടെ പറഞ്ഞയച്ച അതേ തൗഹീദ് തന്നെയാണ് അചഞ്ചലമായ നിലക്ക് അവർ കാത്തുസൂക്ഷിച്ചതും സമൂഹത്തോട് പഠിപ്പിച്ചതും. സഹോദരന്മാരെ, ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ തൗഹീദിന് മാറ്റം വരികയില്ല, ആർക്കെങ്കിലും മാറിപ്പോവാൻ സാധ്യമല്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് എന്നും തൗഹീദിന്റെ ആളുകളായി ഈ സമൂഹം നിലനിൽക്കും എന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ഏറ്റവും പ്രധാനമായി പിശാച് ആഗ്രഹിക്കുന്നതും അവന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനവും തൗഹീദിന്റെ മേഖലയിലാണ്. പരിശുദ്ധ ഖുർആൻ അതും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് ആറാഫിൽ തന്നെ 16-17 വചനങ്ങളിൽ നമുക്ക് കാണാം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖൂദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യവർഗത്തിന്റെ ശത്രുവായ ഇബ്ലീസ് അല്ലാഹുവോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലാഹ് നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ, അതേ തൗഹീദിന്റെ പാതയിൽ, സ്വർഗത്തിലേക്കുള്ള റൂട്ടിൽ ഞാൻ കുത്തിയിരിപ്പ് സത്യഗ്രഹം നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് നിന്റെ അടിമകളെ, മനുഷ്യന്മാരെ, ആദം സന്തതികളെ മുഴുവൻ അതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി, ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ അവിടെ കുത്തിയിരിക്കുക തന്നെ ചെയ്യും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ആ അധ്യായത്തിൽ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, ഈ സത്താവായ നാഥനോട് അതേ മനുഷ്യവർഗത്തിന്റെ ശത്രുവായ ഇബ്ലീസ് പറഞ്ഞത്, അവരുടെ വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, മുൻഭാഗത്തിലൂടെ, പുറകുഭാഗത്തിലൂടെ പല രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ഈ തൗഹീദിൽ നിന്ന്, നേരായ റൂട്ടിൽ നിന്ന്, നിന്നെ മാത്രം ആരാധിക്കുന്ന ആരാധനയുടെ പരിധിയിൽപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് ഞാൻ വ്യതിചലിപ്പിക്കാൻ വേണ്ടി കുത്തിയിരിക്കും, അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന്. സഹോദരന്മാരെ, അപ്പൊ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയാണ് പിശാച് മനുഷ്യരെ കാര്യമായി വഴിതെറ്റിക്കാനുള്ള അവന്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കാതലായി അവൻ കാണുന്നതും. അതുകൊണ്ട് ഈ അചഞ്ചലമായ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, ശിർക്കിലേക്ക് വഴി നടത്തുന്ന പിശാചിനെയും അവന്റെ കൂട്ടാളികളെയും തളച്ചിടാൻ, അതിൽ നിന്ന് മുഖലിസീങ്ങളായ, മുവഹിദുകളായ, റബ്ബിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളായ ആളുകൾ രക്ഷപ്പെടുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും സമയം എന്റെ സഹോദരൻ നമ്മോട് സംസാരിച്ചതും ഇനി ഞാൻ സംസാരിക്കുന്നതും. ഈ തൗഹീദ് തന്നെയാണ് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൈമാറി. സ്വഹാബത്ത് താബിഈകൾക്കും, താബിഈകൾ തബഉത്തബാഇനും, അതേപോലെ തന്നെ അങ്ങനെ മുൻഗാമികളായി കിട്ടിപ്പോന്ന, സച്ചരിതരായി കാത്തുസൂക്ഷിച്ചു പോന്ന ഈ തൗഹീദ് തന്നെയാണ് കേരളക്കരയിൽ സലഫി സഹോദരങ്ങളായ ഇതിന്റെ അനിഷേധ്യരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അന്ന് പ്രബോധന പ്രവർത്തനം ആരംഭിച്ച ഇതിന്റെ 1-ാം തീയതി തൊട്ട് പറഞ്ഞിട്ടുള്ള തൗഹീദിൽ അത് ഇന്നേ വരെ അതിൻ്റെതായ ആദർശം കാത്തുസൂക്ഷിക്കുന്ന, പ്രബോധന മേഖലയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കാത്ത സൂക്ഷ്മതയുള്ള അതേ ഇതിന്റെ ദായികളും പണ്ഡിതന്മാരും പ്രബോധകരും ഇന്നും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും സ്വാധീനങ്ങൾ കാരണം ആരെങ്കിലും ഇടക്കാലത്ത് ആശയവ്യതിയാനങ്ങൾ വരുമ്പോൾ, ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുമ്പോ അതുപോലുള്ള പ്രവണതകളുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ സമൂഹത്തിൽ വേർതിരിച്ച അത്തരം ആളുകളെ നോക്കിക്കാണാനും ആദർശത്തെ ആദർശം കൊണ്ട് മാറ്റിവെക്കാനും മുജാഹിദിന്റെ പണ്ഡിതന്മാർക്കും സലഫി പ്രബോധന സംഘത്തിനും ഇതിന്റെ അനുഭാവികൾക്കും വിഷയത്തെ പഠിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ എക്കാലഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയിലും
വിഷയത്തെ പഠിക്കാനും വേർതിരിച്ച് ഹക്കിനെ മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ ഇന്ന് പ്രതിസന്ധിയായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാ ഇബാദല്ലാഹ് എന്ന ദുർബലമായ ഹദീസുമായി ബന്ധപ്പെട്ട ആ കെട്ടിക്കുടുക്കിന്റെ അതിൽ നിന്ന് ഹല്ല് ചെയ്യാനുള്ള രീതിയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ദഈഫായ ഹദീസ് ഏറ്റുന്ന ഒരു സമ്പ്രദായം ഈ പ്രസ്ഥാനത്തിലില്ല. ചില ആളുകൾ ചോദിക്കുന്നത്, ദുർബലമായ ഹദീസ് അതിന്റെ പിന്നാലെ എന്തിനു പോകണം? അതേപോലെ തന്നെ തൗഹീദി പ്രബോധനത്തിന്റെ ദിശ എന്തിനാണ് വഴിമാറ്റി തിരിച്ചുവിടുന്നത്? ചത്തപോത്തിന്റെ മാംസം കൊണ്ട് കുറുമ വെക്കണമോ വേണ്ടയോ എന്ന പോലുള്ള ഒരു ചർച്ചയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ കള്ള ഹദീസും പിടിച്ചും നടക്കണോ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളും ജനങ്ങളെ ഇഷ്കാലിലാക്കുന്ന ചില ചോദ്യങ്ങളും ഇതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലരിൽ നിന്നും, അതേപോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരിൽ നിന്നും ഈ സമൂഹത്തിന് കേൾക്കേണ്ടി വരുമ്പോൾ ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമുണ്ടാവരുത്. അതിന്റെ വിഷയത്തിൽ വന്ന് ഇഷ്കാല് തീർക്കാൻ വേണ്ടിയുള്ള ആശയ വിശദീകരണ പരിപാടിയായി മാത്രമേ സഹോദരങ്ങളെ ഇതിനെ കാണേണ്ടതുള്ളൂ. ഈ ഹദീസ് എപ്പോഴാണ് നമ്മൾ ഏറ്റേണ്ടി വന്നത് എന്നത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ വശത്തിലേക്ക് മാത്രം, നാസർ സുല്ലമി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന, ഈ പ്രസ്ഥാനം പിളർന്നപ്പോൾ മടവൂരിയുടെ കൂടെ ഉണ്ടായിരുന്ന, പിന്നീട് ഇതിലേക്ക് ചാരനായി കടന്നു വന്ന് സഹോദരന്മാരെ ഇതിന്റെ പല വിഷയങ്ങളെയും കൊട്ടിമാറ്റാൻ വേണ്ടി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതല്ലാതെ ഒരു നസീഹത്തും അതേപോലെ തന്നെ ഒരു ഖൈറും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലോ പ്രവർത്തനങ്ങളിലോ നമ്മൾ കാണുന്നില്ല. വ്യക്തിപരമായ ഒരു വിദ്വേഷവും ആ സഹോദരനോടില്ല. ഓ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ചോദിച്ചതും ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കിയതും ഈ ദുർബലമായ ഹദീസ് കൊണ്ട് എന്തിന് നടക്കുന്നു എന്ന്. സഹോദരന്മാരെ, ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഏറ്റിയിട്ടില്ല. നേരെ മറിച്ച് ഈ നാട്ടിലുള്ള കേരളക്കരയുള്ള ഖുബൂരികൾ, അതേപോലെ തന്നെ ഖബറാരാധനകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് നേർച്ച വഴിപാടുകളും ദുആവും ഇസ്തിഗാസയും അതേപോലെ തന്നെ ബലികർമ്മവും സത്യം ചെയ്യലും അതുപോലുള്ള ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ കടത്തിക്കൊടുക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എക്കാലഘട്ടത്തിലും പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന ആളുകൾ കൊണ്ടുവരാറുള്ള, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ കൊണ്ടുവരാറുള്ള അതേ സ്ഥിരമായ ഒരു പ്രയോഗം ഈ കേരളക്കരയിലും കൊണ്ടുവന്നപ്പോൾ അവരുടേതായ ന്യായീകരണങ്ങൾക്ക് നാല് രീതിയിലുള്ള തെളിവുകളാണ് അവർ കൊണ്ടുവരാറുള്ളത്. ചിലപ്പോ സ്വഹീഹായ ഹദീസ് കൊണ്ടുവരും, പക്ഷേ വിഷയവുമായി ഒരു ബന്ധവുമുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ഇസ്തിഗാസ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അല്ല അത്. സുലൈമാൻ സഖാഫി മാളിയേക്കൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത്, അദ്ദേഹത്തിന് വിരളി പിടിച്ചുകൊണ്ട് എഴുതിയത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര്, നേതാക്കന്മാര്, സാധാരണക്കാര് ഇവിടുന്ന് അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ പരലോകത്ത് വരുമ്പോ അവർ അവിടെയുള്ള അമ്പിയാക്കളോട്, മുർസലീങ്ങളോട് ഇസ്തിഗാസ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാറുള്ള ഉദാഹരണം പോലെ, നാളെ പരലോകത്ത് ശുപാർശ നടത്താൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിചാരണ നടത്താൻ വേണ്ടിയുള്ള ശഫാഅത്തുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലെ സഹോദരന്മാരെ തെളിവായി കൊണ്ടുവരുന്ന സംഗതി സ്വഹീഹായ ഹദീസാണ്. പക്ഷേ വിഷയവുമായി ബന്ധമില്ല. മാത്രമല്ല, ഈ സ്വഹീഹായ ഹദീസ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ആശയത്തിന് പറ്റിയതുമല്ല. ഇങ്ങനെ ചില ഹദീസുകൾ കൊണ്ടുവരാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് സ്വഹീഹ് തന്നെ, വിഷയവുമായി ബന്ധമില്ല, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിനെ ന്യായീകരിക്കാൻ, അത് തൗഹീദാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ചു. ഖണ്ഡനങ്ങളിലൂടെ, മണ്ഡനങ്ങളിലൂടെ, വാദപ്രതിവാദത്തിലൂടെ, വിശദീകരണങ്ങളിലൂടെ. ഒരു തെളിവിന്റെ അവസ്ഥ അതാണ്. രണ്ടാമത്തെ തെളിവ്, ചിലപ്പോൾ ദഈഫായ ഹദീസുകൾ അവർ കൊണ്ടുവരും. അത് സ്വഹീഹാണെങ്കിൽ തെളിവിന് പറ്റിയതുമാണ്, പക്ഷെ കൊണ്ടുവന്നത് ദഈഫാണ്. അങ്ങനെ ചില ഖുറാഫികൾ കൊണ്ടുവരാറുണ്ട്. ഉദാഹരണം, മഹാനബി സാഹബ് മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് സ്വഹാബികൾ അതേ ആ രീതിയിൽ മുഹമ്മദ് നബിയെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ദുർബലമായ ഹദീസ്, അത് സ്വഹീഹാണെങ്കിൽ സഹോദരന്മാരെ തെളിവാണ്.
അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേപോലെ അവർ കൊണ്ടുവരാറുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഇ ബർക്കത്ത് കൊണ്ട് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അഥവാ സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ അബദ്ധം സംഭവിച്ച സന്ദർഭത്തിൽ ഇബ്ലീസ് ഇടപെട്ട് വിശ്വാസായപ്പോൾ, ആ സന്ദർഭം മനസ്സിലായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ലൈഫായ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് സഹോദരന്മാരെ ഇവര് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യമായി അല്ലാഹു പറഞ്ഞയച്ച മനുഷ്യരിലെ തുടക്കക്കാരൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച അഷ്റഫുൽ ഖൽഖായ പിന്നീട് വരാനിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അതേ അർശിൽ എഴുതിയത് കണ്ടതിനാൽ അദ്ദേഹത്തിന്റെ നാമം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹഖ് ജാഇ ബർക്കത്ത് കൊണ്ട് തേടിയില്ലേ. ദുർബലമായ ഹദീസാണ്, സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ നമുക്ക് രേഖക്ക് പറ്റിയതാണ്. അതുകൊണ്ട് ഇത് ലഈഫാണ്, സ്വഹീഹാണെങ്കിലേ ഇത് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ അതിൻ്റെതായ ദുർബലത ബോധ്യപ്പെടുത്തി. പിന്നെ ഇവർ കൊണ്ടുവരാറുള്ളത് ലഈഫായ ഹദീസ് കൊണ്ടുവരും, സ്വഹീഹാണെങ്കിലും തെളിവിന് പറ്റിയതല്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. കാല് കോച്ചുമ്പോഴുള്ള ആ കോച്ച് പിടിച്ചപ്പോൾ സ്വഹാബി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളെ ഓർക്കാൻ പറഞ്ഞുകൊണ്ട് ദുർബലമായ ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. പേരോടന്മാരത് പാരായണം ചെയ്തിരുന്നു. ഉടനെ നമ്മൾ പിടികൂടി ഹദീസ് ലഈഫാണ്, സ്വഹീഹാണെങ്കിലും തെളിവ് പറ്റിയതല്ല. കാരണം ഇനി ഇത് സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെ നിനക്ക് ഇഷ്ടമുള്ള ആളുടെ ആ പേരൊന്ന് ഓർത്തു കഴിഞ്ഞാൽ അയാളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ ഈ കോച്ചൽ രോഗം മാറുമെന്ന ശാസ്ത്രീയമായ ഒരു ചികിത്സാ രീതി മാത്രമാണ്. ചെറിയ കുട്ടികൾക്ക് കാലിലോ കയ്യിലോ മുള്ളു തട്ടിയാൽ ആ മുള്ളു എടുക്കുന്ന വേദന അറിയാതിരിക്കാൻ ഉമ്മ പറയാറുണ്ട്, ആ പച്ചലയിലേക്കൊന്ന് നോക്കിക്കോ. എന്തേ? അവിടേക്ക് കുട്ടി നോക്കുമ്പോഴേക്കും ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഉമ്മാക്കെടുക്കാം. ആ വേദന മാറുന്ന രീതിയിലുള്ള ഭൗതികമായ ശാസ്ത്രീയമായ ഒരു ചികിത്സാ രീതി മാത്രമാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വഹീഹല്ല, ലഈഫാണ്. ഇനി സ്വഹീഹാണെങ്കിൽ തന്നെ അതിൽ ഇത്രയേ വരുന്നുള്ളൂ. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള തെളിവുകളാണ് ഇവർ കൊണ്ടുവരാറുള്ളത്. ഈ മൂന്നാമത്തെ രീതിയിൽപ്പെട്ട തെളിവാണ് യാ ഇബാദല്ലാഹി ആയിഫൂനി. ലഈഫാണ്, സ്വഹീഹാണെങ്കിൽ തന്നെ തെളിവിന് പറ്റിയതുമല്ല. പണ്ഡിതോദ്യമായി ഇബാറത്ത് വെച്ചുകൊണ്ട് വളരെ കൃത്യമായി അതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഖുറാഫികളും ഈ കേരളക്കരയിലെ ഖുബൂരികളും അതിൽ റിജാലുൽ ഗൈബ് പെടുമെന്ന് വാദിച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കാരണം ഓരോ നൂറ്റാണ്ടിലും ഓരോ കുത്തുബുകളുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ഈ കാലഘട്ടത്തിലും ഒരു കുത്തുബുണ്ട്. ആ കുത്തുബ് റിജാലുൽ ഗൈബിൽപ്പെട്ടവരാണ്. വൽ മുദബ്ബിറാത്തി അംറാ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് അത് ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഈ പറഞ്ഞ കുത്തുബുകളാണ്, അല്ലെങ്കിൽ റിജാലുൽ ഗൈബാണ്. പക്ഷേ ഈ നൂറ്റാണ്ടിലെ കുത്തുബ് ആര് എന്നത് സമസ്തക്കാര് തമ്മിൽ തർക്കത്തിലാണ്. ഇവിടുത്തെ തൗഹീദ് പൊളിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്നവരെ നിങ്ങളുടെ ശിർക്ക് തന്നെ പരസ്പരം പൊളിച്ചിരിക്കുകയാണ് നിങ്ങൾ. അവിടെ തൗഹീദ് ഇല്ലല്ലോ പൊളിയാൻ. എന്തേ കാരണം? ഈ കാലഘട്ടത്തിലെ കുത്തുബ് ആര് എന്നത് തർക്കമാണ്. അതെ, സമസ്തയിൽ ആ തർക്കം നടക്കുമ്പോൾ കാസിം ഉസ്താദ് പറയുന്നത് ഈ കാലഘട്ടത്തിലെ കുത്തുബ് CM വലിയുള്ളയാണ് എന്നാണ്. എന്നാൽ ആലുവ ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നത് അല്ല, ഈ കാലഘട്ടത്തിലെ കുത്തുബ് യഥാർത്ഥത്തിൽ കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ് എന്നാണ്. അപ്പൊ സമസ്തയിൽ തന്നെ ശിർക്കിന്റെ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തുള്ള തൗഹീദിനെ കുറിച്ച് തോണ്ടി നോക്കാൻ ഇത് അചഞ്ചലമാണോ അല്ല പതറിപ്പോയോ പൊളിഞ്ഞുപോയോ ജിന്നിൽ കുടുങ്ങിപ്പോയോ എന്ന് വിജയിക്കാൻ ആദർശ വിശദീകരണ ക്യാമ്പയിൻ തൗഹീദ് ക്യാമ്പയിൻ നടത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അവർ വാദിച്ചു കുത്തുബുൽ അക്താബ് എന്ന് പറയുന്നത് അതേ ശൈഖ് ജീലാനി തന്നെ, അതിൽ തർക്കമില്ല. അതിന് തൊട്ട് താഴെയുള്ള ഗൗസ്, അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള അബ്ദാൽ, അതിന് താഴെയുള്ള മുഖബാ, അതിന് താഴെയുള്ള നിജബാ, അതിന് താഴെയുള്ള മുതലാ പോലുള്ള ഒരുപാട്
ഔലിയാക്കള് ഇവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ചിലത് ഒരേ സമയം 40 ജസദുള്ളവരാണ്, ഒരേ സമയം 300 ജസദുള്ളവരുണ്ട്, ഒരേ സമയം 1000 ജസദുകൾ ഉണ്ടാവുന്നവരുണ്ട്. ഇവര് മൊത്തമാണ് റിജാലുൽ ഗൈബ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്നവർ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കുത്തുബുൽ അഖ്താബും അതേപോലെ തന്നെ ഗൗസും അതേപോലെ തന്നെ ഈ പറഞ്ഞ അബ്ദാലും നുഖബാവും നുജബാവും അതേപോലെ തന്നെ മുതലാവും പോലുള്ള റിജാലുൽ ഗൈബിൽപ്പെട്ട മഹാത്മാക്കൾ വന്നുകൊണ്ട് സഹായിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഇടപെട്ടു. ദഈഫായ ഹദീസാണ് ഏറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ് ആരും വിട്ടില്ല. 1971 ഉമർ മൗലവി ആ ഹദീസ് ഏറ്റേണ്ടി വന്നു. പ്രിയപ്പെട്ട നാസിർ സുല്ലമി, ഉമർ മൗലവി എന്തിനാണ് ഈ ദഈഫായ ഹദീസ് ഏറ്റേണ്ടി വന്നത്? നിങ്ങൾ മറുപടി പറയണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ വെള്ളം കോരിയൊഴിക്കാനാണോ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്? വിഷമമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെപ്പോലെ ബിരുദമുള്ള ചില ആളുകളുണ്ട്, പല ജില്ലയിലും ചില സിദ്ദീഖുമാരുണ്ട്. ചിലപ്പോൾ അത് അൻസാരി രൂപത്തിൽ വരും, അതേപോലെ തന്നെ സാദാ സിദ്ദീഖ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോ തലശ്ശേരി ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടും. KKP എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ. ഇങ്ങനെ ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന, മടവൂർ പ്രസ്ഥാനം വിട്ടുവന്ന ഒരുപാട് ആളുകൾ എല്ലാവരും അവരുടേതായ ആ രീതിയിലുള്ള ദൗത്യം നിർവഹിച്ച് അവരുടേതായ തട്ടകം സ്ഥിരപ്പെടുത്താൻ വേണ്ടി, ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അവസാന ശ്രമത്തിലാണ്. പക്ഷേ നഷ്ടമാകുന്നത് ഈ ഐക്യത്തോടുകൂടി ദഅവാ പ്രബോധനം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഐക്യ സംഘത്തിലാണ് എന്നത് വേദനയോടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ആ വ്യക്തി ഈ നാട്ടിൽ ആശയക്കുഴപ്പത്തിലാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നമുക്ക് കടക്കാം. നാസർ സുല്ലമി യാ ഇബാദല്ലയുടെ വിഷയത്തിൽ ആ ദഈഫായ ഹദീസ് വെച്ചുകൊണ്ട് മലക്കും ജിന്നും പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ സലാഹിയെയും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അബദ്ധമില്ല എന്ന് പറയുന്നവരെയും മൊത്തടങ്കം ആശയക്കുഴപ്പത്തിലാക്കുന്ന, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരാരോപണം, ശിർക്കൻ ദുരാരോപണം നടത്തുന്ന പ്രവണത, അതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. സംസാരിക്കേണ്ട വേദികളിലൊക്കെ മാന്യമായ നടപടികൾ നമ്മൾ സ്വീകരിച്ചു. പക്ഷേ തെറ്റിദ്ധാരണ എന്ന് തോന്നിക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരു മനസ്ഥിതി, ഇതാണ് സഹോദരികളെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? എന്താണ്? പല ആളുകളും പറയുന്നു ന്യായവാദമായ എന്ന ഹദീസാണ് വിഷയം, ന്യായവാദമായ എന്ന ഹദീസാണ് വിഷയം. അത് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങളുടെ ചോദിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നം ആധികാരികമായി നിലനിൽക്കുന്ന ആദർശപരമായ പ്രശ്നം ന്യായവാദമായ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന അഭിപ്രായമുള്ളവർക്ക് ഒന്ന് കൈവോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും കൈവോക്കുന്നവരായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച് കേരള ജമിയത്തുൽ ഉലമ പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. ആ ക്ഷണത്തിന്റെ ഭാഗമായി KK സക്കരിയ മൗലവി 57 പേജുള്ള ഒരു പ്രബന്ധം കൊടുത്തു കേരള ജമിയത്തുൽ ഉലമക്ക്. അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് കേരള ജമിയത്തുൽ ഉലമക്ക് സമർപ്പിക്കുന്ന പ്രബന്ധം എന്നാണ്. പക്ഷെ നമ്മളെല്ലാവരും കണ്ടത് അത് വൈദ്യ ചെയ്തുകൊണ്ട് നാളെ സാധാരണ പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്തുമാവട്ടെ, ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ആ 57 പേജുള്ള പ്രബന്ധത്തിൽ എവിടെയും ന്യായവാദമായ എന്നൊരു ഹദീസ് ചർച്ചയ്ക്ക് വന്നില്ല. ന്യായവാദമായ എന്നൊരു ഹദീസ് ചർച്ചയ്ക്ക് വന്നില്ല എന്നുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാതിരുന്നത്. ഈ പ്രശ്നത്തിന്റെ മർമ്മം അതല്ലായിരുന്നു. പ്രശ്നത്തിന്റെ മർമ്മം അതല്ലായിരുന്നു. പിന്നീട് എന്താണ് പ്രശ്നത്തിന്റെ മർമ്മം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നത്തിന്റെ മർമ്മമാണ് ജബാർ മൗലവി അൽ-ഇസ്ലാഹ് മാസികയിൽ 2007 എഴുതിയത്. 2007 മാത്രമല്ല, അദ്ദേഹത്തിന്റെ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിലും. കേട്ടല്ലോ സഹോദരന്മാരെ, KK സക്കരിയ സ്വലാഹി കേരള ജമിയത്തുൽ ഉലമയിൽ കൊടുത്ത
പ്രബന്ധത്തിൽ എവിടെയും യാ ഇബാദുള്ള ചർച്ചയിൽ വന്നില്ല എന്ന്. കാരണം കാതലായ വിഷയം അതാണ്. ആ വിഷയത്തിലേക്ക് വരാതെ ജബ്ബാർ മൗലവി എഴുതിയതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അധികരിപ്പിച്ച് സംസാരിക്കാൻ സമയമില്ല, വളരെ ചുരുക്കി ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോ ജബ്ബാർ മൗലവി എഴുതിയതാണോ പ്രശ്നം? ഇതിന്റെ തുടക്കം എപ്പോഴാണ്? ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ രണ്ട് വിഭാഗം പണ്ഡിതന്മാരെയും പിടിച്ചിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുമ്പോ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സിഹ്റിൽ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ, അത് ഫലിക്കുമോ ഇല്ലയോ എന്ന തർക്കം. അത് ഫലിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുൻ ഇറങ്ങിയിട്ടുള്ള അൽമനാറിൽ ഫലിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേ സിഹ്റിൽ യാഥാർത്ഥ്യമുണ്ട് എന്നതാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കണമെന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ തീരുമാനം വന്നപ്പോൾ ഈ ഒരു പ്രത്യേകമായ സാഹചര്യം എടുത്തുകൊണ്ട്, ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്പലക്കടവ് ഫൈലി അയാളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്കെതിരെ തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നത്. ആ സംഭവം വന്നപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ പറയുന്ന സിഹ്റ് ഫലിക്കും, ഈ ഫലിക്കുമെന്ന വിവരം ഇപ്പോൾ ഇവർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ, ഇപ്പോൾ ഇവരിൽ അംഗീകരിച്ചതുകൊണ്ട് തന്നെ ഇവരുടെ തൗഹീദ് പൊളിഞ്ഞുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തെ കോട്ടിമാട്ടിയപ്പോൾ, ആശയക്കുഴപ്പമുണ്ടാക്കിയപ്പോൾ കെ സക്കരിയ സ്വലാഹി അതിന് മറുപടി കൊടുത്തു. അന്ന് ISFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. എന്താണ് അതിന്റെ യഥാർത്ഥം എന്ന് അദ്ദേഹം വിശദീകരിച്ചു. വീണ്ടും ഫൈസി എഴുതി, സഹോദരന്മാരെ, ഏകദേശം 2002 അവസാനത്തിലും 2003 നടന്നിട്ടുള്ള എഴുത്തുകുത്തുകൾ അല്ലാതെ 2007 ജബ്ബാർ മൗലവി എഴുതിയതല്ല പ്രശ്നം. തുടക്കമാണ് ഞാൻ പറയുന്നത്. പിന്നീട് അതാ ഈ അമ്പലക്കടവ് ഫൈസി വീണ്ടും സക്കരിയ സ്വലാഹിക്ക് മറുപടി എഴുതി. പുതിയ വ്യാഖ്യാനം തന്നെയാണ് പ്രശ്നം. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ സക്കരിയ സ്വലാഹിയുടെ മറുപടിയെ വിശദീകരിച്ചുകൊണ്ട് അമ്പലക്കടവ് വീണ്ടും എഴുതി. അതിനും സക്കരിയ സ്വലാഹി മറുപടി കൊടുത്തു. വീണ്ടും ഫൈൽ എഴുതി. 2003 ചന്ദ്രികയിൽ ഈ വിഷയത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോ സക്കരിയ സ്വലാഹി അതിന് മറുപടി ലേഖനം ചന്ദ്രികയിൽ കൊടുക്കാൻ വേണ്ടി മറുപടി കൊടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഇതിനി നിർത്തിവെക്കണമെന്ന ചർച്ച വരാൻ തുടങ്ങി. കുറച്ചു കാലം അത് കൊടുക്കാതെ നിന്നു. അപ്പൊ നമ്മുടെ പ്രസിദ്ധീകരണത്തിലോ മറ്റേതെങ്കിലും പത്രങ്ങളിലോ ഇത് കൊടുക്കുമെന്ന് കണ്ടപ്പോൾ വീണ്ടും ചന്ദ്രിക അത് പ്രസിദ്ധീകരിച്ചു. അതിനെ പരിഹസിച്ചുകൊണ്ട് അമ്പലക്കടവ് വീണ്ടും എഴുതി. അതേ മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും എന്ന കഥയെപ്പോലെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 6 മാസം മുമ്പ് ഞാൻ കൊടുത്ത മറുപടിക്കിതാ 6 മാസം കഴിഞ്ഞിട്ട് സക്കരിയ സ്വലാഹി മറുപടി കൊടുക്കുന്നു. ഒരു പാമ്പിനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഞാൻ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു നിർത്തിയതിനു ശേഷം കുറെ വർഷങ്ങൾ ശേഷം എന്ന് ചോദിച്ചപ്പോൾ തോണ്ടിയിട്ടു എന്ന് പറഞ്ഞതുപോലെ അതേപോലുള്ള കഥയാണ് ഇപ്പോൾ സക്കരിയ സ്വലാഹി കൊടുത്ത ഈ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. അതിനെ അമ്പലക്കടവ് പരിഹസിച്ച് എഴുതിയപ്പോൾ 2003 ജൂൺ മുതൽ അമ്പലക്കടവ് ജിന്നും മലക്കും അബൗദികമായി, ആ ജിന്നും മലക്കുമൊക്കെ അബൗദികമായ കഴിവുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്ന് നമുക്കെതിരെ ആരോപിച്ചപ്പോൾ നമുക്ക് ഒന്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യാഹ്വാനം നടത്തിക്കൊണ്ട് പത്രത്തിലൂടെ എഴുതിവിട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ISMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അത് ഏറ്റെടുത്തു. സയ്യിദ് മുഹമ്മദ് ഷാക്കിറും അതേപോലെ തന്നെ CP സലീമും ആ ഐക്യാഹ്വാനത്തെ സ്വാഗതം ചെയ്തു. അവർ പറഞ്ഞു, നമുക്കൊന്നിക്കാം, പ്രശ്നമൊന്നുമില്ല. പല പ്രത്യേകമായ ചില ഷർത്തുകളുണ്ട്, കണ്ടീഷനുകളുണ്ട്. എന്താണ് ആ ഷർത്ത്? അവർ പറഞ്ഞു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കി, അതേപോലെ തന്നെ ഷിർക്കിന്റെ ഫത്വകൾ ഒഴിവാക്കി, ബിദ്അത്തിന് നിങ്ങൾ കൊടുത്ത ഫത്വകൾ ഒഴിവാക്കി, അതേ ഷിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിന്റെ കൊട്ടകൊത്തളങ്ങളിലും ജനഹൃദയങ്ങളെ തളച്ചിട്ട് നിങ്ങളുടെ ആ പഴക്കൻ ഫത്വകൾ ഒഴിവാക്കിയിട്ട് തിരുത്തിയിട്ട് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ഒന്നിക്കാം. അതുകൊണ്ട് ഐക്യാഹ്വാനം സ്വാഗതാർഹമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പത്രത്തിൽ വന്നു. അതിനുശേഷം റഹീം മേച്ചേരി, ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ, ഈ ചർച്ച നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെയാണ് സത്യധാരയിലും
അതേപോലെ തന്നെ ഇസ്ലാമിലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ വരുന്നത്. സഹോദരന്മാരെ, ആ സന്ദർഭത്തിലാണ് സത്യധാരയിൽ അമ്പലക്കടവ് എഴുതിയപ്പോഴാണ് എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് അതേ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. ഇതിനുശേഷമാണ് 2007 ഏപ്രിലിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഈ കോട്ടിമാട്ടലിനെ വിശദീകരിച്ചുകൊണ്ട് എപ്പോഴാണ് ശിർക്കാകുന്നത്, എപ്പോഴാണ് ആ വിളി ശിർക്കാവാത്തത് എന്ന് വളരെ കൃത്യമായി മറുപടി കൊടുത്തു. നാസർ സുല്ലമി പറയുന്നു, ഈ മറുപടിയാണ് പ്രശ്നമെന്ന്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അതേ വിശദീകരണം കൊടുത്ത, അതേ വിഷയത്തിൽ മറുപടി കൊടുത്ത ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയെ 2002 2003 2004 ഈ സംഘടന പുറത്താക്കിയിട്ടില്ല. കാരണം അതൊരു പ്രശ്നമായി അവർക്ക് തോന്നിയിട്ടില്ല. നേരത്തെ വിശദീകരിച്ചതുപോലെ നമ്മൾ ഇത്രയും കാലം മറുപടി പറഞ്ഞത് ആ വിഷയത്തിൽ ഒരേ ശബ്ദമായിരുന്നു, ശബ്ദം ഭിന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സഹോദരന്മാരെ, ജബ്ബാർ മൗലവിയുടെ മറുപടിക്ക് ശേഷം അതേ മടവൂരി സഹോദരന്മാർ ഏറ്റെടുത്തു. മൗലവി വിഭാഗം ശിർക്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി എഴുതാൻ തുടങ്ങി. എന്താണ് അദ്ദേഹം എഴുതിയത്? സലാം സുല്ലമി എഴുതാൻ കാരണം, ശിർക്ക് ആരോപിക്കാൻ, ഈ പ്രസ്ഥാനത്തിനെതിരെ ആരോപിക്കാൻ കാരണം സിഹറിൽ ഹഖീഖത്തുണ്ട് എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു എന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരും വിശ്വസിച്ചത് ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്നാണ്. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ആരോപണം, ദുരാരോപണം മടവൂരികളും ഖുറാഫികളും നമുക്കെതിരെ ആരോപിച്ചപ്പോൾ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി അടക്കം, അനസ് മുസ്ലിയാർ അടക്കം, ഹനീഫ് ഗായക്കൊടി അടക്കം ഈ പ്രസ്ഥാനത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടോടെ ആ ആദർശ ദുരാരോപണത്തിനെതിരെ, ഈ ആദർശ പ്രസ്ഥാനത്തിനെതിരെ കൊത്തുവലിച്ചപ്പോൾ നമ്മൾ ഒന്നിച്ച് മറുപടി കൊടുത്തു. ഇല്ല, 2007 ഈ ജബ്ബാർ പോലെ എഴുതിയിട്ടുള്ള ലേഖനത്തിനോ അതേപോലെ തന്നെ അതിനു മുമ്പ് വന്നിട്ടുള്ള ഏതെങ്കിലും എഴുത്തുകുത്തുകളിലോ മുജാഹിദ് പ്രസ്ഥാനം ഇന്നേ വരെ ഈ വിഷയത്തിൽ കൊടുത്ത മറുപടിയിലോ ഒരു അബദ്ധവും ഒരു അപകടവും ഒരു ശിർക്കും അതേ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടില്ല. ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മുടെ കൂടെ അവർക്കെതിരെ ശബ്ദിക്കാനുണ്ടായിരുന്ന ചിലർ ഇന്ന് പറയുന്നു ജിന്ന്, അതേപോലെ തന്നെ മലക്ക് ഇതുവരെ ഖുറാഫികൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മടവൂരികൾ പറഞ്ഞതുപോലെ അഭൗതികം തന്നെയാണ്. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് മറുപടി പറഞ്ഞിരുന്നു. പക്ഷെ ഇനി അങ്ങനെ പറയാൻ ഞങ്ങളെ കിട്ടിയില്ല. എന്താണ് ഇവരുടെ ആശയം, എന്താണ് ഇവരുടെ ഉദ്ദേശം, അത് നമുക്കറിയില്ല. ആ കോക്കസിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നാസർ സുല്ലമിയും എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ നാവിലൂടെയും ഈ പരിഹാസങ്ങൾ കടന്നു വന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നേരത്തെ വായിച്ചതുപോലെ മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം തന്നെ ശിർക്കായി എന്നാണ് അബ്ദുസ്സലാം സുല്ലമി അന്ന് എഴുതിയത്. തേടിയാൽ വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്ക് ബാധിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചെന്നതിന് മറുപടി കൊടുത്തു. വിചിന്തനത്തിൽ 2007 ഫെബ്രുവരിയിൽ അന്നും ഇന്നും എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറയാൻ പാടില്ല എന്ന് വിചിന്തനത്തിലൂടെ നമ്മൾ മറുപടി കൊടുത്തു. സഹോദരന്മാരെ, വീണ്ടും വിചിന്തനത്തിൽ എഴുതി മലക്കും ജിന്നും അഭൗതികമാണെന്ന് എഴുതിയാൽ ആ വിഷയത്തിൽ അഭൗതികമാണ് എന്ന് എഴുതിയതിനാൽ അബ്ദുസ്സലാം സുല്ലമി നവഖുറാഫിയായിട്ടുണ്ട് എന്ന് വിചിന്തനത്തിലൂടെ അന്ന് നമ്മൾ മറുപടി കൊടുത്തു. പക്ഷേ ആ നവഖുറാഫാത്തിലേക്ക് തന്നെയാണ് ഇന്ന് ചില സഹോദരങ്ങൾ നീങ്ങിപ്പോയിട്ടുള്ളത്. ആ ആളുകൾ നീങ്ങിയപ്പോൾ സഹോദരന്മാരെ ഈ പ്രസ്ഥാനത്തെ കൊത്തിവലിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞതെന്താ? ഇവിടുത്തെ സമസ്തക്കാരുടെ ആശയം എന്താണോ, അവരുടെ വിശ്വാസം എന്താണോ, അവരുടെ ശിർക്ക് എന്താണോ, അത് തന്നെയാണ് സക്കരിയ സ്വലാഹിക്കും ജബ്ബാർ മൗലവിക്കും അവരുടേതായ ആളുകൾക്കുമുള്ളത്. ഹയ്യാണ്, ഖാദിറാണ്, ഹാമിറാണ് എന്ന വിശ്വാസമാണല്ലോ ജിന്നിനെ കുറിച്ച് അവർക്കുള്ളത്. അങ്ങനെയുള്ള അവരോട് തേടാമെന്നാണല്ലോ അവർ പറയുന്നത്. പ്രാർത്ഥിക്കും